അയ്യോ പോലെ ഒന്ന് നിൽക്കണേ. അല്ല നീതുവിനോടല്ല, നിങ്ങളോട്, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്. ഒരു 5 മിനിറ്റിൻ്റെ കേസേ ഉള്ളൂ. എൻ്റെ ഈ വീടിൻ്റെ ഈ ചുറ്റുപാടും അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ ഈ മ്യൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കുറേ സൗണ്ട്സ് കേൾക്കാനിടയായി. കാരണം കിളികളും റോഡിൽ കൂടെ പോകുന്ന ബൈക്ക്, കാർ, ഇങ്ങനെയൊക്കെയുള്ള വാഹനത്തിൻ്റെയും പിന്നെ ഈ പക്ഷികളുടെയൊക്കെ സൗണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കേൾപ്പിക്കാനും പിന്നെ ഈ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ നീതു എന്തോ വർക്കിലാണ്. ഇന്നലെ കിണർ ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള വേസ്റ്റ് കളയാനായിട്ട് ഇത് അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കിണറാണ്, ചെറിയ കിണറാണ്. നിങ്ങളെ ഇത് കുറച്ച് കാഴ്ചയുള്ളൂ, ഒരു 7-8 കാഴ്ചയുള്ളൂ. ഇത് ഇന്നലെ ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ മൊത്തം ചവറായി വന്നു. അത് ക്ലീൻ ചെയ്തപ്പോൾ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ പുള്ളിക്കാരി ഒരു വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പുറത്ത് നിന്ന് വർക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ നമ്മൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചുറ്റുപാട് ഇറങ്ങിപ്പോകല. പ്രത്യേക ഒരു നല്ല പ്രഭാതമായിരുന്നു. കാരണം ഇന്ന് ചൂടൊക്കെ കുറവായിരുന്നു, ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പം രാവിലെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നപ്പോൾ നീതുൻ്റെ ജോലി തിരക്കും കൂടെ ഒക്കെ എടുത്ത്. ഇതാണ് എൻ്റെ വീടും പരിസരവും. അപ്പോൾ ഇവിടെ മൊത്തം കൃഷിയാണ്. കൃഷി എന്ന് പറയുമ്പോൾ ഇതാണ് പൊളിഞ്ചിക്ക. ഇതെല്ലാം നല്ല പൂത്തുലഞ്ഞ് എല്ലാം നിറയെ കായ്ച്ച കിടക്കുകയാണ്. പിന്നെ ഇവിടെ വരിക്കച്ചക്കയുണ്ട്, പിന്നെ വാഴയുണ്ട്, തെങ്ങുണ്ട്, ചക്ക, ഉതളങ്ങ, മാവ് എല്ലാം ഉണ്ട്. ഇവിടെ ഇല്ലാത്തൊന്നുമില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു 5 മിനിറ്റിൻ്റെ കേസ് ഉള്ളതെന്ന് കണ്ടിട്ട് പോകും. പിന്നെ പ്രധാനമായിട്ടുള്ളത് ഈ സൗണ്ടാണ്. ഞാനിത് അല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ല, ഇങ്ങനെ ഈ കിളികളുടെയൊക്കെ ശബ്ദം ഉണ്ടാവും. നമ്മൾ ടൂറൊക്കെ പോകുമ്പോഴൊക്കെ കുഞ്ഞൊക്കെ പോയി കാണും, നമ്മുടെ ചുറ്റുപാടുള്ള നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇന്ന് വീഡിയോ എടുത്തിട്ട് അതിനെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ സൗണ്ട് ഒക്കെ ഇങ്ങനെ കിട്ടും. അപ്പോൾ എനിക്ക് അത് അങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്തായാലും മ്യൂട്ട് ചെയ്യാതെ തന്നെ ഞാൻ ലൈവായിട്ട് നമുക്ക് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും പറയുന്നതാണ്, ഞാനും പറയുന്നു. ഓക്കെ. പിന്നെ എന്ന് വെച്ചാൽ വരിക്കച്ചൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വരിക്ക പ്ലാവുണ്ട്, ചാമ്പൊക്കെയുണ്ട്. ചാമ്പൊക്കെ മൊത്തം നോക്കിയാണ്. പിന്നെ ചുറ്റും അയൽപ്പക്കത്തുള്ള എൻ്റെ അനിയത്തിയൊക്കെ താമസം, അവരുടെ ശബ്ദമാണ് ഇടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു ദിവസത്തെ സംഭവങ്ങളാണ്. ദിവസത്തിലെ ഇന്ന് രാവിലെയുള്ള സംഭവങ്ങളാണ്. ഇപ്പം രാവിലെ ഈ വീഡിയോ എടുത്തപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ളത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈ ചുറ്റുപാടൊക്കെ കിളികളൊന്നും ഇല്ല എന്ന് ആണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായ സംഭവം എല്ലാം ഉണ്ട്. നമ്മൾ നാച്ചുറലായിട്ടുള്ള സൗണ്ടാണ് ഏറ്റവും നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നത്. അല്ലാതെ ഇതിൽ ഞാൻ ആഡ് ചെയ്ത് കയറ്റിയൊന്നുമല്ല. അതാണ് ഞാൻ മ്യൂട്ട് ചെയ്യാത്തത്. അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാം. അധികം വീഡിയോസൊന്നും ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നില്ല, ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ നീതുവിൻ്റെ ക്ലീനിങ് വർക്കൊക്കെ ഏകദേശം കഴിയാറായെന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടെ കാണിക്കാം നിങ്ങളെ. ഇതാണ് എൻ്റെ വീടും. പിന്നെ വേറെ കുറച്ച് വാഴയൊക്കെ ഉണ്ട്. വാഴ മുകളിൽ കൊണ്ട് വീടിനടുത്ത് ചമ്പക്കൊക്കെ നിറയെ കിടക്കുകയാണ്. ഇപ്പോൾ രക്ഷയില്ല. നീതുവിന് ഏകദേശം കഴിയാറായി. അതിന് ഇത്ര കുറച്ച് ചോറുകളുണ്ട്. ഞാനും പിന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോൾ ഏകദേശം രാവിലെ മുതൽ തുടങ്ങി. ഒരു 8-9 മണിയായി എണീറ്റപ്പോഴേ. എന്തായാലും വർക്കില്ല, ആറ്റുകാൽ പൊങ്കാലല്ലേ. അപ്പോൾ ഇന്ന് വർക്കില്ലായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞു ഇപ്പോൾ നല്ല ക്ഷീണിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അടുത്ത നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. വണക്കം, ഗുഡ് ബൈ. ഓക്കെ, താങ്ക് യു.